സോ ഗൈസ്, പ്രിൻസ് ആൻഡ് ഫാമിലി നമ്മളെ ദിലീപ് നായകനായ ജനപ്രിയ നായകൻ. ഇന്ന് സിനിമ തുടങ്ങിയപ്പോ തന്നെ ദിലീപ് എന്ന് പറഞ്ഞ ആക്ടർക്ക് ഇവർ വെച്ചൊരു ടൈറ്റിൽ കാർഡ് ഉണ്ട്. അത് ഭയങ്കര ക്യാച്ചി ആയിരുന്നു. കാരണം കുറച്ചൊരു ഇമോഷണൽ സാധനമാണ്. സാധാരണ എപ്പോഴും കുറച്ച് പിന്നെ എല്ലാ സ്റ്റാറുകൾക്കും എല്ലാ എല്ലാവർക്കും ഡമാർ പടാറാണ്. ഇപ്പൊ മല്ലൂഡ്, ടോളിവുഡ്, ഹോളിവുഡ്, കോളിവുഡ്, ബോളിവുഡിലൊക്കെ ആദ്യമായിട്ടാണ് നമ്മളൊരു സെന്റിമെന്റൽ ഇമോഷണൽ ആയിട്ടുള്ള വേറൊരു കൈൻഡ് ഓഫ് സാധനം. കഴിഞ്ഞു പോയ ദിലീപേട്ടന്റെ കുറെ സിനിമകളൊക്കെ കൂട്ടിച്ച് കുറച്ചൊരു വെറൈറ്റി സാധനമായിട്ട് തോന്നി. അതിന് കൊടുത്തൊരു ബാക്ക്ഗ്രൗണ്ട് സാധനമൊക്കെ കൊള്ളായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ പടം തുടങ്ങി ഇങ്ങനെ ഓരോ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് വന്നു. മൊത്തം ആ ഒരു പ്ലോട്ട് എങ്ങനെയാണ് പോണേന്നുള്ളതിന്റെ നറേഷനും കാര്യങ്ങളൊക്കെ. ടു ബി ഹോണസ്റ്റ്, ഫസ്റ്റ് ഹാഫിന്റെ ഒരു മേജർ പോർഷനും ഓക്കെ, ഫസ്റ്റ് ഹാഫ് തീരുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ ഇതെന്തോന്നാണ് ഈ കാണിച്ചു കൂട്ടണെന്നുള്ളൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എവിടെയൊന്നും വർക്ക് ആവുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഹാഫ് വരെ കണക്ട് ആവണ പോലെ ഒരു സിനിമ കാണുന്ന ഫീല് കിട്ടാതെ ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ് ഓക്കെയാണ്. 10-15 മിനിറ്റ് തുടങ്ങി കുറച്ച് ഒരു മേജർ പോർഷൻ ഒരു തപ്പിത്തടയിലായിരുന്നു. എന്താ ഏതാ കണക്ട് ആവാത്ത, അതായത് ഒരു ഒന്നും വർക്ക് ആവണില്ല. കോമഡി പറഞ്ഞതാണെങ്കിലും സെന്റിമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും അതിൽ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ക്യാരക്ടർ, അതായത് ദിലീപ് എന്ന് പറഞ്ഞ കല്യാണം കഴിക്കാൻ നടക്കുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് ഇവർ വെച്ചിട്ടുള്ള ഒരു ആർക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു മേജർ പോർഷനും വർക്കായില്ല. എനിക്ക് പേഴ്സണലി ഇവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപേട്ടന് നമ്മൾ എന്താണോ പറഞ്ഞു അതുപോലെയാണ് ദിലീപേട്ടനെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ ഒന്നും കൂടെ അഴിഞ്ഞാടാൻ വിട്ടുകൊടുത്തെങ്കിൽ ചിലപ്പോൾ അവിടെ ഒന്നും കൂടെ കസർത്തി ഉണ്ടാവും. അവിടെ ഇങ്ങനെ മൊത്തത്തില് സെൽഫ് ട്രോളും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പടം ഇങ്ങനെ വരെ പോയി. അതത്ര എനിക്ക് പേഴ്സണലി അത് സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ കമ്മിങ് ടു ദി ലേറ്റർ പോർഷൻ, ഒരു 10-15 മിനിറ്റ് ഫസ്റ്റ് ഹാഫിന്റെ എൻഡിങ്ങിലേക്ക്, അതായത് ഇന്റർവെൽ സീനൊക്കെ വരുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ ആയിട്ട് പടത്തിലേക്ക് ഒരു ക്യാരക്ടർ വരികയാണ്. ആ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഇവര് ഈ പ്രിൻസിന്റെ പ്രമോഷൻ ടൈമിലോ ഇതിന്റെ തീം ഇറക്കിയപ്പോഴോ ടീസർ ഇറക്കിയപ്പോഴോ ഇതിന്റെ പോസ്റ്റേഴ്സ് ഇറക്കിയപ്പോഴോ ഒക്കെ ആ ക്യാരക്ടർ ലൈക്ക് അവർ ഹിഡൻ ആക്കി വെച്ചൊരു ക്യാരക്ടർ പോലെ തോന്നുന്നു. ഞങ്ങളിപ്പോ തപ്പിട്ടും അവരെ പേര് കിട്ടിയില്ല, അവരെവിടെയും കാണാനില്ല. കാരണം സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുമ്പോൾ മൊത്തം പറ്റിയിട്ടാണ് എപ്പോഴും എല്ലാം. ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഫാമിലിയാണ്. അത് വർക്ക് പ്ലേസിലും ഫാമിലിയാണ്, വീട്ടിൽ ആ ഫാമിലി ആംബിയൻസ് എല്ലാം ഒരുപോലെ. അയാളൊരു ആളിങ്ങനെ ഒരു 1 മാൻ ഷോ ആയിട്ട് കൊണ്ടുപോകുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു ക്യാരക്ടർ കയറി വരുന്നത്. അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ പറഞ്ഞ ഒരു ലേറ്റർ പോർഷനിക്ക് ആ ക്യാരക്ടർ കയറി വരികയാണ്. അത് ആ സിനിമേനെയും ആ ഫാമിലിനെയും മൊത്തത്തിൽ മാറ്റുകയാണ് അല്ലേ. അത് അവിടുന്ന് പടം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി. ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത് എന്താ വെച്ചെങ്കിൽ ഷാരിസിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണോ ഞങ്ങൾ സംസാരിക്കുന്നത് ഷാരിസിന്റെ സ്ക്രിപ്റ്റ് ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പറയും ചെയ്തു. ഫസ്റ്റ് ഹാഫിന് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും നമ്മളത് പറഞ്ഞു. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് അതുവരെ ദിലീപേട്ടൻ കൊണ്ടുവരുന്ന ഷോ, ദാറ്റ് ഹീറോയിൻ ഷീ ലിറ്ററലി ടുക്ക് ഇറ്റ് ലൈക്ക് സിംഗിൾ ഹാൻഡഡ്ലി എന്ന് പറയാം. പൂരപ്പറമ്പിലെ ആനേനെ അഴിച്ചുവിട്ട അവസ്ഥയായിരുന്നു. ബിക്കോസ് ഇത് എനിക്ക് കൂടുതലായിട്ട് കണക്ട് ആവും. കാരണം ഞാനൊരു സോഷ്യൽ മീഡിയ ബീയിങ് ആണ്. അപ്പോ അതൊക്കെ ചുറ്റി ഈ സിനിമ ഞാൻ പറയുന്നില്ല. കാരണം എന്താ അറിയോ, ലൈക്ക് അത് പറയാനും പറ്റില്ല. എനിക്ക് തോന്നുന്നത് അവരെന്നെ പറയാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കണം. കാരണം ഈ സിനിമയുടെ എല്ലാ പ്രൊമോഷണൽ ടൂൾസിലും ഇതൊരു ഫാമിലി സാധനം. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇന്നർ സാധനം ഉണ്ട് എന്നുള്ളത് എവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഭയങ്കര. പിന്നെ സെക്കൻഡ് ഹാഫ് മുതൽ ഇത് ഷാരിസ് മുഹമ്മദ് എഴുതിയ പടം തന്നെയായി അല്ലേ. പക്ക സാധനം. അതായത് ഒരു സോഷ്യൽ മീഡിയ, ഞാൻ ഇത് സ്പോയിലർ ആണോന്ന് എനിക്കറിയില്ല, ബട്ട് കാരണം എന്താ അറിയോ, ഈ പടം എനിക്ക് കൺവിൻസ് ആയത് അവിടെ. കാരണം ഞാനൊരു സോഷ്യൽ മീഡിയ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമ്മുടെ ലൈഫൊക്കെ ആയിട്ടും നമ്മളെ മുന്നിൽ കാണുന്ന നമ്മളുടെ കോവർക്കിംഗ് സ്പേസിലുള്ള ആളുകളുടെ ലൈഫാണെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സാധനം പോകും. പിന്നെ നിങ്ങൾ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് പറയുന്ന കുറേ സാധനങ്ങൾ, സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ പറയാ ഓവർ ഡോസ്,
പിന്നെ ഈ പ്രിൻസിന്റെ ക്യാരക്ടറിനകത്ത് ഇങ്ങോട്ട് കേറി വരുന്ന സോഷ്യൽ മീഡിയ ഇമ്പാക്ട്, അതായത് നമ്മളൊരു എന്താ പറയാ ഒരു മൊബൈൽ സ്ക്രീനിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന എല്ലാവരുടെ കാര്യങ്ങളും അതെ പറഞ്ഞ് ടച്ച് ചെയ്ത് പോകേണ്ട അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ആസ്പെക്ട് ഇതൊരു ജെൻസി കിഡ്സും അല്ലെങ്കിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ഡിസ്കസ് ചെയ്യുന്ന ഒരു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവം തന്നെ എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നമ്മളൊരു സമൂഹം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, എല്ലാവരും മിക്സ് ചെയ്യുന്നതായിട്ടുള്ളതാണല്ലോ. അത് നല്ല രീതിക്ക് സെക്കൻഡ് ഹാഫിൽ പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ആ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയോ ഒന്നും സെക്കൻഡ് ഹാഫിനെ ബാധിച്ചിട്ടില്ല. സെക്കൻഡ് ഹാഫ് മക്കളെ ഒരു ഡാൻസ് ഉണ്ട്, പഴയ പാട്ടിൽ ഡാൻസ് കളിച്ചിട്ട് ആ ഡാൻസ് ഒക്കെ ഹീറോയിൻ ഞാൻ പറയുമ്പോണ്ടല്ലോ ഇതിനകത്ത് എനിക്ക് സംഗതി ഒരു രക്ഷയില്ല. അവര് ലിറ്ററലി ആ ക്യാരക്ടർ തകർത്തടിച്ച് അവരിപ്പോ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജെൻസി കിഡ് എങ്ങനെയാണ് സംഭവം അതുപോലെ തന്നെ അതാണ് ആ ക്യാരക്ടർ ആവേണ്ടത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അവര് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ ദിലീപേട്ടനും എല്ലാരും അപ്പുറത്തുണ്ട്, പക്ഷെ ഷോ റൺ ചെയ്തത് ഹീറോയിനാണ്. സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ അവർ കൊണ്ടു പല സമയത്തും ദിലീപേട്ടനെ സൈലന്റ് ആക്കി നിർത്തിയിട്ട് അടിച്ചു കയറി. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് ബിന്ദു പണിക്കറിന്റെ ക്യാരക്ടറൊക്കെ വന്നത്. അവരൊക്കെ ഒന്ന് ചൂട് പിടിച്ചപ്പോഴാണ് ഈ പടം സെക്കൻഡ് ഹാഫ് ആണ് മൊത്തം. സിദ്ദിഖ് ബിന്ദു പൊതുവെ ഒരു ബഹളം ഉണ്ടാക്കി നിൽക്കുന്ന ധ്യാനാണ് ഈ സിനിമയിൽ കുറച്ച് സൈലന്റ് ആയിരുന്നു. ജോണി ആന്റണി ഒക്കെ ഫസ്റ്റ് ഹാഫിൽ ഒരു എന്താ പറയാ കുറച്ചൊരു ഫൺ ഫേസ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ജോണി ആന്റണി കുറച്ച് സട്ടിലായി. ഫസ്റ്റ് ഹാഫിൽ എന്താ വെച്ചാൽ ദിലീപേട്ടനെ സപ്പോർട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങിയത് സെക്കൻഡ് ഹാഫ് ആയപ്പോ ജോണി ആന്റണിന്റെ ആ ക്യാരക്ടറും താത്തിയിട്ട് ബാക്കി ക്യാരക്ടേഴ്സിനെ പൊക്കി വെച്ചു. പിന്നെ നമുക്കിപ്പോ ഈ സോഷ്യൽ മീഡിയ ടേംസ്, സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറെ സാധനങ്ങൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എവിടെയോ ഈ ദിലീപ് എന്ന് പറഞ്ഞ ആളുടെ ഇപ്പത്തെ ഒരു സോഷ്യൽ മീഡിയ കണ്ടീഷൻ ഉണ്ടല്ലോ, ആ സാധനം പറയാതെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ട് ഈ പടത്തിനകത്ത്. ചില സെൽഫായിട്ട് ട്രോൾ ചെയ്ത കുറെ സംഭവങ്ങൾ കുറെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. സമ്മതിക്കുന്നുള്ളതെന്ന് ഞാൻ ഇന്റെ ചെയ്തുട്ടോ അങ്ങേരത് അല്ലേ, അങ്ങനെ കൃത്യമായി ചെയ്തുട്ടോ. പിന്നെ ലൈക്ക് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ദിലീപ് എന്ന് പറഞ്ഞ ആള് ഇമോഷൻ ആണെങ്കിലും തമാശയാണെങ്കിലും അയാൾക്ക് സെൽഫ് ട്രോൾ അടിക്കാനാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ അയാളുടെ പഴയ സാധനങ്ങൾ ഇടാനാണെങ്കിലും അയാൾ ഉണ്ടേ. ആ സിനിമേന്റെ ലാസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ദിലീപേട്ടൻ ഇങ്ങനെ ദിലീപേട്ടനായിട്ട് ചെയ്യണ ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അയാളുണ്ട്. കാരണം എന്താ അറിയോ, അയാൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ പേഴ്സണൽ ആൻഡ് പുറത്തുള്ള ലൈഫ് പോലെയല്ല അയാളുടെ റിയൽ ലൈഫ് ഒരു സിനിമ ഫ്രെയിമിൽ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് വരുമ്പോ he definitely have a space. മലയാളികളറിയോ അയാളിങ്ങനെ വീണും എണീച്ച് നിന്നൊക്കെ വന്നതിന്റെ ഇങ്ങനെ സിനിമയിൽ കാണാനുണ്ട്. ഈ സ്ക്രിപ്റ്റിലും ഉണ്ട്. ഈ സ്ക്രിപ്റ്റിലും ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ ആ സാധനം ഭയങ്കരമായിട്ട് മുഴച്ച് നമുക്ക് മനസ്സിലാവും. ആൻഡ് ഈ അയാൾ ഉണ്ട് കേട്ടോ. കാരണം എന്താ പറയാൻ കാരണം വെച്ചെങ്കിൽ ഇതിനകത്ത് പല സാധനങ്ങളും അങ്ങേർക്ക് പേഴ്സണൽ ലൈഫിൽ എടുത്തു വെച്ച് കൊണ്ട സാധനങ്ങളൊക്കെ അങ്ങേർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിനകത്ത് അങ്ങേര് സിനിമകളിൽ ദിലീപേട്ടന്റെ സിനിമകളിൽ സംഭവിച്ച പല സാധനങ്ങളും ദിലീപേട്ടൻ ഇതിൽ ട്രോളാക്കി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ദിലീപിന്റെയും നല്ലൊരു പെർഫോമൻസ് ആണ്. സിദ്ദിഖ് അടിപൊളിയായിരുന്നു. പിന്നെ ധ്യാൻ ശ്രീനിവാസനൊന്നും കൂടുതലായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാനില്ല. ജോണി ആന്റണി ചങ്ങായിക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ട്. ബിന്ദു പണിക്കർ അടിപൊളിയായിരുന്നു. അവരൊരു കിണ്ണം കാച്ചിയവര്. അപ്പൊ എന്താണെങ്കിലും പാട്ടും കുറച്ചൊരു പാട്ടാണ് പണ്ട് ദിലീപേട്ടന്റെ സിനിമേന്റെ ഒരു കോംബോ സാധനങ്ങളാണെന്നുള്ളതൊക്കെ അതൊക്കെ തിരിച്ചു. എന്താണെങ്കിലും ഒരു മൊത്തം എടുത്ത് നോക്കിയാ വളരെ എന്താ പറയാ ഡിപ്പായി താഴെ പോയൊരു ഫസ്റ്റ് ഹാഫും വളരെ മുകളിൽ പോയൊരു സെക്കൻഡ് ഹാഫ്, പോയതിന്റെ ഇരട്ടി മുകളിൽ അടിച്ചൊരു സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ പിന്നെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഒരു മുക്കാ ഭാഗത്തുമ്പോഴാണ് നമ്മളൊന്ന് പടത്തിന്റെ കൂടെ. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഫുൾ ഓണാണ്. പിന്നെ ടുവേർഡ്സ് എൻഡ് വരുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് പൂരത്തിന് വെടി പൊട്ടിക്കണ പോലെ നമ്മുടെ ഉർവശി ചേച്ചി വന്നിട്ട് അവര് നല്ല അടിപൊളി സാധനങ്ങൾ ഡെലിവർ ചെയ്തിട്ട് അവരും പോയി. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ അത്യാവശ്യം ഇപ്പൊ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പവർ പാക്ഡ് സെക്കൻഡ് ഹാഫും ഒരു ആവറേജ് കോമഡികളൊന്നും നമ്മളെ വെറുപ്പിക്കാത്ത കോമഡികളാണ്. ഫസ്റ്റ് ഹാഫിൽ ഏറ്റില്ലെങ്കിലും സെക്കൻഡ് ഹാഫിലെ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല പഞ്ചി സാധനങ്ങളായിരുന്നു. ദിലീപേട്ടന്റെ ഇപ്പത്തെ ആ ഒരു ഏജിനൊക്കെ ചേർന്നൊരു സാധനം പോലെ അല്ലേ. അപ്പൊ എനിക്ക് ടോട്ടലി വർത്ത് വാച്ചിങ് ആണ്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ഈ സിനിമയുടെ, അതായത് കറന്റ്ലി നടക്കുന്ന സോഷ്യൽ മീഡിയ റെലവൻറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കിടിലൻ സാധനം
നിങ്ങൾക്ക് എന്താണെങ്കിലും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റും. ദിലീപേട്ടന്റെ ഒരു പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുവരവിന്റെ അല്ല, ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് കേട്ടോ. ഇനി ഇങ്ങനെ മോളിക്ക് നല്ല ഇതേപോലത്തെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയിട്ട് കാണുക. പ്രിൻസ് ആൻഡ് ഫാമിലി ഫാമിലിയായിട്ട് നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. കുറച്ച് ചിരിക്കാനും കുറച്ച് ഇമോഷണൽ ആവാനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു നല്ല പടം. യെസ്, അപ്പോൾ ഡെഫിനറ്റ്ലി ഫാമിലി ആയിട്ട് കയറി കണ്ടോ. ബോത്ത് വാച്ചിങ് ആണ്, ഡെഫിനറ്റ്ലി ബോത്ത് വാച്ചിങ് ആണ്. ആൻഡ് ദിലീപ് ഫാൻസ് ആറാടുകയായിരിക്കും അല്ലേ? അതെ, കുറെ കാലമായി ജിത്തുഭായ് പിന്നെ ഇന്ന് ദിലീപ് ഫാൻ, ഇന്നലെ ആസിഫ് അലി ഫാൻ, മമ്മൂക്ക ഇറങ്ങും മമ്മൂക്ക ഫാൻ. എനിക്ക് ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞു, പ്രിയ പ്രേക്ഷകരെ, തുടരും കണ്ടതിന് ശേഷം ജിത്തുഭായിന്റെ അഭിപ്രായം നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയും. തുടരും കണ്ട് കുറെ ആൾക്കാരെ കമന്റ് ഒക്കെ. അല്ല, ഇന്ന് തിയേറ്ററിൽ നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞു? അല്ല, ഇന്ന് പറഞ്ഞു അതെ, നമുക്ക് ലാലേട്ടനോട് ഇഷ്ടം പോയി എന്നുള്ളതല്ല, ലാലേട്ടന്റെ ഒരുപാട് സിനിമകളൊക്കെ കാണുമ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. തുടരും കാണുമ്പോൾ എനിക്ക് വീണ്ടും പഴയ ഒരു ലാലേട്ടനോടുള്ള ഒരു ഇഷ്ടവും മനസ്സിനകത്ത് എവിടെയോ ഉള്ള ഒരു ചതലിട്ട് വെച്ചൊരു എൽഫാൻ. അതെ, പണ്ട് നമ്മൾ ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു ലാലേട്ടന്റെ ആ ഒരു ഇഷ്ടം വീണ്ടും വരാൻ തുടങ്ങി ലാലേട്ടനോട് തുടരും കണ്ടപ്പോ. അത് ആ ഒരു ഇഷ്ടം തുടർന്നു പോട്ടെ, തുടരും കൂടെ. അപ്പൊ അങ്ങനെ അത് ഞാൻ ഇതിന്റെ ഒപ്പം വെച്ചാ, കാരണം കുറെ ആൾക്കാര് മമ്മൂക്ക ഫാൻ എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഞങ്ങൾക്ക് ആർക്കും ലാലേട്ടനോട് എതിർപ്പൊന്നുള്ള അങ്ങനല്ല, ജിത്തുഭായിന്റെ പേഴ്സണൽ സാധനം. കാരണം മൂപ്പരെ ഒപ്പീനിയൻ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തുടരും സാധനം. അന്ന് ഇത് ഞാൻ അപ്പൊ പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു മമ്മൂക്ക ഫാൻ ആയിട്ട് നിന്നിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. മെയിൻ മമ്മൂക്ക ഫാൻ, സബ് ആസിഫ് അലി, സബ് ദിലീപ്. അല്ല, സത്യത്തിൽ എനിക്ക് ദിലീപേട്ടനെയും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ആരെ ഫാൻ? മമ്മൂക്ക എന്ന് പറഞ്ഞാൽ മമ്മൂക്കാനെ പറ്റി ആരാധന പോലും പറയാനൊരു യോഗ്യനല്ല ഞാൻ. പക്ഷെ ദിലീപേട്ടനൊക്കെ നമ്മളെ ഹാർട്ടിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. എന്നോട് ചോദിച്ചാൽ ഞാൻ പൃഥ്വിരാജ് കഴിഞ്ഞ വേറെ പറയൂ, ഒരൊറ്റ പേര് പറയുമ്പോ എനിക്ക് മമ്മൂക്ക, ദിലീപേട്ടൻ അത് രണ്ടും ഭയങ്കര തന്നെയാണ്. ആസിഫ് ഖാന്റെ അഭിനയവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്, ഓക്കെ, ഞാൻ പൃഥ്വിരാജിന്റെ കേട്ടോ.